ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ വിശുദ്ധിയുള്ള മനുഷ്യരാണ് ഈ ഭൂമിയിലുള്ള ഓരോ സ്പെഷ്യലായിട്ടുള്ള ആളുകളും. നമ്മുടെ സമൂഹവും നമ്മൾ ഓരോരുത്തരും ഈ ചിന്തയിലേക്ക് വളരുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. പലപ്പോഴും നമ്മൾ ഇവരെയും ഈ കുട്ടികളെയും ആ കുടുംബത്തെയൊക്കെ നോക്കിക്കാണുന്നത് എങ്ങനെയാ? കുറെ കുറവുള്ള ഒരു കുട്ടിയുള്ള ഒരാളായിട്ട്, കുറവുള്ള സമൂഹത്തിൻ്റെ നിലയ്ക്ക് താഴെയുള്ള ആളുകളായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് നമ്മുടെ ചിന്താരീതിയുടെ തെറ്റാണ്. ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ല ദിവസങ്ങളും ആഴ്ചയും നേരുന്നു. നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും കുടുംബത്തിലും സമൂഹത്തിലും ഒരുപാട് നന്മകളും ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല വിശ്വാസമുള്ള, നല്ല പ്രാർത്ഥനയുള്ള ഒരു കുടുംബം സമൂഹത്തിൽ വളർന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്ക് വേണ്ടിയും, മാതാപിതാക്കന്മാർ, മക്കൾ, ശിശുക്കൾ, ഗർഭിണികൾ, ജോലി ചെയ്യുന്ന ആൾക്കാർ, വൃദ്ധരായിട്ട് ആൾക്കാർ, കിടപ്പ് രോഗികൾ എന്ന എല്ലാവർക്കും വേണ്ടി ഈ അനുഗ്രഹാധ്യാന കേന്ദ്രത്തിലെ പ്രാർത്ഥനാ സമൂഹം മുഴുവൻ, ശുശ്രൂഷകരും ഡയറക്ടറും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബജീവിതം ദൈവാനുഗ്രഹമുള്ളതാകട്ടെ, വിശുദ്ധിയിൽ വളരുന്ന ഒരു നല്ലൊരു കുടുംബം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തന പുസ്തകം 139 അധ്യായം 13 തിരുവചനം ഇങ്ങനെ പറയുന്നു: അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങ് വിസ്മയനീയമായി സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്, എനിക്കത് നന്നായി അറിയാം. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്. സ്നേഹം നിറഞ്ഞവരെ, ഇന്നേ ദിവസം നമ്മൾ ദൈവവചനത്തിന് വെളിച്ചത്തിൽ നമ്മുടെ സമൂഹത്തിലും നമ്മുടെ കുടുംബങ്ങളുമുള്ള സ്പെഷ്യലായിട്ടുള്ള കുട്ടികളെക്കുറിച്ച് നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ കുടുംബത്തിൽ, സമൂഹത്തിലും അയൽവക്കങ്ങളിലൊക്കെ സ്പെഷ്യലായിട്ടുള്ള കുട്ടികൾ ഉണ്ടാവാം. ചിലപ്പോൾ ഓട്ടിസ്റ്റിക് ആയിട്ട് കുട്ടികളായിരിക്കാം, ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളായിരിക്കാം, പാരലൈസ്ഡ് ആയിട്ട് കുട്ടികളായിരിക്കാം, ചിലപ്പോൾ കണ്ണ് കാണാൻ പറ്റാത്ത, ചെവി കേൾക്കാൻ പറ്റാത്ത, മിണ്ടാൻ പറ്റാത്ത കുട്ടികളായിരിക്കാം. ഇവരെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില ചിന്തകളും ചില തെറ്റിദ്ധാരണകളും ചിന്താരീതിയും ഒക്കെയുണ്ട്. വിശുദ്ധ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണമെന്നാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ നോക്കി പോകുന്നത്. സ്നേഹം നിറഞ്ഞവരെ, ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് ഓരോ മനുഷ്യരും, പ്രത്യേകിച്ച് ഈ സ്പെഷ്യലായിട്ടുള്ള കുട്ടികൾ. ഹല്ലേലൂയ! ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും പ്രത്യേകമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവരാണ് ഈ കുട്ടികൾ എന്ന് പറഞ്ഞു. പല കുടുംബങ്ങളിലും മാതാപിതാക്കന്മാർ ഇങ്ങനെയുള്ള ആളുകളെ ഓർത്ത് സ്പെഷ്യൽ ചിൽഡ്രൻ അല്ലെങ്കിൽ ഡിഫറൻ്റ് ഏബിൾഡ്, ഭിന്നശേഷിയുള്ള ആളുകൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളെ സമൂഹം നമ്മളൊക്കെ എങ്ങനെ ഇവരെ നോക്കിക്കാണുന്നത്? ചിലപ്പോൾ ഒരു നെഗറ്റീവായിട്ടാണ് ഇവരെ നോക്കിക്കാണുന്നത്. അങ്ങനെയല്ല നമ്മൾ ശരിക്കും ഇവരെ നോക്കിക്കാണുന്നത്. ഇങ്ങനെയുള്ള കുട്ടികൾ ദൈവത്തിൻ്റെ ഭൂമിയിലുള്ള മാലാഖമാരാണ്. ഹല്ലേലൂയ! ഇങ്ങനെയുള്ള സ്പെഷ്യലായിട്ടുള്ള കുട്ടികൾ ദൈവത്തിൻ്റെ ഭൂമിയിലുള്ള മാലാഖമാരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ! ശിഷ്യന്മാർ ഒരു അന്ധനായ മനുഷ്യനെ കണ്ട് ചോദിക്കുകയാണ്, ഇവൻ ആരുടെ പാപം മൂലമാണ് അന്ധനായി ജനിച്ചത്? ഈശോ പറഞ്ഞ മറുപടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈശോ പറഞ്ഞത് ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ! ദൈവത്തിൻ്റെ മഹത്വം ഉള്ള മനുഷ്യരാണ്, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ വിശുദ്ധിയുള്ള മനുഷ്യരാണ് ഈ ഭൂമിയിലുള്ള ഓരോ സ്പെഷ്യലായിട്ടുള്ള ആളുകളും. ഹല്ലേലൂയ! നമ്മൾ അവരെ കുറവുകളുള്ള മനുഷ്യരായി കാണാതെ, മറിച്ച് ദൈവത്തിൻ്റെ നിറവുകളുള്ള, ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ നിറവുകളുള്ള, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ നിറവുകളുള്ള കുട്ടികളായി, ആളുകളായിട്ട് നമ്മൾ അവരെ കാണാൻ വേണ്ടി പഠിക്കണം. ഹല്ലേലൂയ! ഹല്ലേലൂയ! നമ്മുടെ സമൂഹവും നമ്മൾ ഓരോരുത്തരും ഈ ചിന്തയിലേക്ക് വളരുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. പലപ്പോഴും നമ്മൾ ഇവരെയും ഈ കുട്ടികളെയും ആ കുടുംബത്തെയൊക്കെ നോക്കിക്കാണുന്നത് എങ്ങനെയാ?
ഓരോ കുറവുള്ള ഒരു കുട്ടിയുള്ള ഒരാളായിട്ട്, കുറവുള്ള സമൂഹത്തിൻ്റെ നിലയ്ക്ക് താഴെയുള്ള ആളുകളായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് നമ്മുടെ ചിന്താരീതിയുടെ തെറ്റാണ്. മറിച്ച് ദൈവത്തിൻ്റെ പ്രത്യേകമായ വരദാനമുള്ള ഒരു കുടുംബമായിട്ട് നമ്മളവരെ കാണണം. ഹല്ലേലൂയ. ദൈവത്തിന് ശാപം കിട്ടിയതോ കുറവുള്ള ഒരു കുടുംബമായിട്ടല്ല അവരെ കാണേണ്ടത്, മറിച്ച് ദൈവത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹമുള്ള ഒരു കുടുംബമായിട്ടും ആളുകളായിട്ടും അവരെ കാണാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള കുട്ടികളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള ഒരു ചിന്ത ഇങ്ങനെയാണ്: സ്വർഗത്തിൽ ദൈവത്തിൻ്റെ മടിയിൽ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ മടിയിൽ സ്പെഷ്യലായിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ നല്ല സമ്മാനത്തെ ഭൂമിയിൽ ആർക്ക് കൊടുക്കണമെന്ന് ദൈവം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭൂമിയിൽ 2 പേരെ ദൈവം കണ്ടു. ആ നല്ല ഗിഫ്റ്റിനെ ദൈവം അവർക്ക് കൊടുത്തു. സ്നേഹം നിറഞ്ഞവരെ, നമുക്കുള്ള സ്പെഷ്യൽ ചിൽഡ്രൻ, അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്തുള്ള സ്പെഷ്യൽ കുട്ടികളെ ദൈവം അത്ര മനോഹരമായിട്ട് നോക്കാൻ പറ്റുന്ന 2 മാതാപിതാക്കന്മാർക്കാണ് കൊടുത്തത്. ഹല്ലേലൂയ. ഞാൻ കണ്ടിട്ടുള്ള, പരിചയപ്പെട്ടിട്ടുള്ള ഇങ്ങനെ സ്പെഷ്യൽ ചിൽഡ്രനുള്ള എല്ലാ മാതാപിതാക്കന്മാരും അവരെ ജീവനെക്കാട്ടും, അവരെ സ്വത്തിനെക്കാട്ടും, അവരെ ശരീരത്തെക്കാട്ടും, അവരെ മനസ്സിനെക്കാട്ടും ഒക്കെ കൂടുതൽ സ്നേഹിക്കുകയും രാപ്പകൽ ഈ കുട്ടികൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുകയും ചെയ്യുന്ന മാതാപിതാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അവരുടെ ഉറക്കമില്ലാത്ത രാത്രികൾ, അവരെക്കാട്ടും കൂടുതൽ ഭാരമുള്ള കുട്ടികളെ ചുമന്നുകൊണ്ട് മലയിറങ്ങി ഹോസ്പിറ്റലിൽ പോകുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മളൊക്കെ വാഹനം ഓടിക്കാൻ പേടിച്ചിരിക്കുമ്പോൾ അരയ്ക്ക് താഴേക്ക് താഴ്ന്നു പോയിട്ടുള്ള ആളുകൾ കാറുകൾ ഓടിച്ച് തിരുവനന്തപുരത്തൊക്കെ പോയ അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. വലിയ മലയുടെ മുകളിൽ നിന്നും ഫ്ലൈ ചെയ്യുന്ന വീൽ ചെയറിലിരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്നേഹം നിറഞ്ഞാൽ ഈ ഭൂമിയിൽ അവർ വിശുദ്ധിക്ക് വേണ്ടി നമ്മളെ വെല്ലുവിളിക്കുന്ന മനുഷ്യരാണ്. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ കൃപയുള്ള മനുഷ്യരാണ് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. ഹല്ലേലൂയ. സ്നേഹം നിറഞ്ഞവരെ, ഇങ്ങനെയുള്ള മക്കളെ, ആളുകളെ നമ്മൾ എങ്ങനെയാണ് നോക്കി കാണേണ്ടത്? നമുക്ക് പാരമ്പര്യമായിട്ട് അല്ലെ നമ്മൾ വളർന്നു വന്ന സമൂഹത്തിൻ്റെ ചിന്താരീതി ചിലപ്പോൾ തെറ്റിപ്പോകാറുണ്ട്. ഇവരെ കുറവുകളുള്ള, ഇവരെ ബലഹീനരായിട്ടുള്ള മനുഷ്യരായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മളെങ്ങനെ ചെയ്യുന്ന, ഇവരെ കാണുമ്പോൾ അയ്യോ പാപമാണല്ലോ, ഒരു സിമ്പതിയാണ് നമ്മൾ കാണിക്കുന്നത്. അങ്ങനെ ഒരു സിമ്പതി ഇങ്ങനെയുള്ള ആളുകൾക്ക് ആവശ്യമില്ല. നമ്മളെങ്ങനെ അവരെ കാണേണ്ടത്? അവരെ നമ്മളെപ്പോലെയുള്ള ദൈവം സൃഷ്ടിച്ച കഴിവുകളുള്ള ഒരു മനുഷ്യനായിട്ട് അവരെ കാണാൻ നമ്മൾ പരിശ്രമിക്കണം. ഹല്ലേലൂയ. നമ്മളെ സിമ്പതി നമുക്ക് അവർക്ക് ആവശ്യമില്ല. അയ്യോ പാപമാണല്ലോ, കഷ്ടമായി പോയല്ലോ എന്ന് പറയുന്ന ചിന്താരീതിയല്ല നമുക്ക് വേണ്ടത്. മറിച്ച് അവരെ നമ്മളെപ്പോലെ ഉള്ള ഒരാളായിട്ട് നമ്മൾ കരുതണം. കുറവുകളുള്ള മനുഷ്യരായിട്ടല്ല നമ്മൾ അവരെ കാണേണ്ടത്. മറിച്ച് എന്താണ്, അവർ നമ്മളെക്കാട്ടും കഴിവുള്ള ആളുകൾ. അതുകൊണ്ടാണ് സമൂഹം പോലും ആ വേട് മാറ്റിയിരിക്കുന്നത്. ഭിന്ന ശേഷിയുള്ളവരാണ്, നമ്മളെക്കാളല്ല, വേറെ കഴിവുകളുള്ള ആളുകളാണ്, വേറെ കഴിവുകളുള്ള ആളുകളാണ്. ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കൊച്ചിൻ്റെ മാതാപിതാക്കന്മാർ സംസാരിക്കുമ്പോൾ അവർ പറയാണ്, ഇവരെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര നിഷ്കളങ്കമാണ്. ഇവർ കണ്ടീഷനായിട്ടല്ല, ഒരു ഡിമാൻഡ് വെച്ചിട്ടുള്ള സ്നേഹമല്ല, ഭയങ്കര നിഷ്കളങ്കമായിട്ട് സ്നേഹം. നമുക്കൊക്കെ പലപ്പോഴും നമ്മുടെ സ്നേഹമൊക്കെ കളങ്കമായി പോകാറുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾ സ്നേഹം നോക്കി ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹമുള്ള വേറെ കഴിവുകൾ അവർക്കുണ്ട്. വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് വാ കൊണ്ട് ചിത്രം വരയ്ക്കും, മനോഹരമായിട്ട് 2 കൈകൾ കൊണ്ട് ചിത്രം വരച്ചാൽ പോലും എത്താത്ത രീതിയിൽ മനോഹരമായിട്ട് ചിത്രം വരയ്ക്കുന്ന ആളുകളെ ഞാൻ കാണും. മനോഹരമായിട്ട് പാട്ട് പാടുന്ന ആളുകൾ, മനോഹരമായിട്ട് ഡിജിറ്റലായിട്ട് ഡ്രോയിങ് ചെയ്യുന്ന ആളുകളെ ഞാൻ കാണും. സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മളെക്കാട്ടും കൂടുതൽ കഴിവുള്ള ആളുകളാണെന്ന് ഇവരെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. അവരെ പ്രോത്സാഹിപ്പിക്കുകയും വേണ്ടി ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ധ്യാനകേന്ദ്രത്തിൽ ഒരു ചേച്ചി എപ്പോഴും ഹൈപ്പർ ആക്ടിവിറ്റി ആയിട്ടുള്ള ഒരു കൊച്ചിനെ കൊണ്ട് ധ്യാനകേന്ദ്രത്തിൽ വരാറുണ്ട്. ആൾക്കാരൊക്കെ അവരെ നോക്കുമ്പോൾ ഈ കൊച്ചിനെ വീട്ടിലിരുത്തിക്കൂടെ, എന്തിനാ ഇങ്ങനെ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ സ്കൂളിൽ വിടുമ്പോൾ ഈ കുട്ടി മറ്റുള്ളവർക്ക് ശല്യമാണെന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ അങ്ങനെ കരുതാതെ നമ്മുടെ കൂടെ അവരെ നിർത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ഹല്ലേലൂയ. അങ്ങനെയുള്ള ആളുകളെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താതെ നമ്മുടെ സമൂഹത്തിൻ്റെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെ നമ്മുടെ ചിന്താരീതി
നമ്മൾ മാറ്റിയെടുക്കണം. അവരെ മാറ്റി നിർത്തേണ്ട ഒരാളല്ല, കുറവുകളുള്ള ഒരാളല്ല, മറിച്ച് ഒരുപാട് കഴിവുകളും നന്മയുമുള്ള ആളുകളാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അവരെ നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കും. രണ്ടാമതായിട്ട് ഇവർക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടാകും, ചില പ്രത്യേക ആവശ്യങ്ങളും ഉണ്ടാകാം. ചിലപ്പോൾ ഇവരെ മാതാപിതാക്കന്മാർ മറ്റു കുട്ടികളൊപ്പം ഇവരെ വളർത്തിക്കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം വന്ന ഒരു ചേച്ചി പറഞ്ഞു, അച്ഛാ ഇന്നലെ രാത്രിയിൽ ഈ കൊച്ച് ഉറക്കം തന്നിട്ടില്ല. ഒരുപാട് മാനസിക സംഘർഷത്തിലൂടെയൊക്കെ ഈ കുട്ടികൾ അവരുടെ ആ രീതി കടന്നു പോകുന്നുണ്ട്. ഒരുപാട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളിലും ഒക്കെ ഇങ്ങനെയുള്ള കുടുംബങ്ങൾ കടന്നു പോകും. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അവരെ സഹായിക്കുക. ഒരു ദിവസം ആ കുട്ടിയെ പരിചരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അവരെ പരിചരിക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കാം. മൂന്നാമതായിട്ട് നമ്മൾ അവരായിരിക്കുന്ന രീതിയിൽ അംഗീകരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ആ സ്പെഷ്യൽ കുട്ടികൾ അവരായിരിക്കുന്ന അവരെ കഴിവുകളോടുകൂടി ആയിരിക്കുന്ന രീതിയിൽ അവരെ അംഗീകരിക്കാൻ വേണ്ടി നമ്മൾ പതുക്കെ നമ്മൾ പരിശ്രമം. ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെടുത്തുകയോ ഒറ്റപ്പെടുത്തുകയോ ചെയ്യാതെ അവരെ നമ്മുടെ സമൂഹത്തിന് മുൻപന്തിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ചിലപ്പോൾ നമ്മുടെ സമയവും പണമോ ഒക്കെ അവർക്ക് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടിയെങ്കിൽ അത് വലിയൊരു പുണ്യപ്രവൃത്തിയായിട്ട് നിങ്ങൾ കരുതണം. ഹല്ലേലൂയ. അത് വലിയൊരു പുണ്യപ്രവൃത്തിയായിട്ട് നിങ്ങൾ കരുതുവാൻ വേണ്ടി പ്രത്യേകമായി നമ്മൾ പരിശ്രമിക്കുക. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ചില വിശുദ്ധരുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ നമ്മുടെ സഭയിൽ ഒരുപാട് ഇങ്ങനെയുള്ള സ്പെഷ്യലായിട്ടുള്ള ആളുകളെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് സെൻറ്റ് മാർഗ്രറ്റ് ഓഫ് കാസ്റ്റല്ലോ. അവർ ജീവിതത്തിൽ അന്ധയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. പക്ഷേ പ്രാർത്ഥിച്ച് വിശുദ്ധിയിൽ വളർന്ന് കത്തോലിക്ക സഭ അവരെ വിശുദ്ധരായിട്ട് ഇങ്ങനെയുള്ള ആളുകൾക്കും ഇവരും വിശുദ്ധിയുള്ള മനുഷ്യരാണെന്ന് നമ്മൾ വിശ്വസിക്കുവാനും മനസ്സിലാക്കുവാനും വേണ്ടി നമ്മൾ പരിശ്രമിക്കാം. രണ്ടാമതായിട്ട് സെൻറ്റ് ജോസഫ് ഓഫ് കുപ്പർട്ടീനോ എന്ന് പറയുന്ന ഒരാളുണ്ട്. ജീവിതത്തിൽ ഒരുപാട് കുറവുകളുണ്ടായിരുന്ന അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഒരു മനുഷ്യരായിരുന്നു. വളർച്ചയിലുള്ള മൈൽ സ്റ്റോണൊക്കെ കുറഞ്ഞ ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹത്തെയും സഭ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി കണ്ട് വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. വാഴ്ത്തപ്പെട്ട ഹെർമൻ എന്ന് പറയുന്ന ആളിനെയും സഭ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അലക്സാണ്ടർ കിം സുയി എന്ന് പറയുന്ന ഒരാളെ സഭ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. പാരലൈസ് ആയിട്ട് പോയിട്ടുള്ള ചെറുപ്പം മുതൽ ജനിച്ച അന്ന് മുതൽ പാരലൈസിന് പോയിട്ടുള്ള അദ്ദേഹത്തിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന രോഗമുണ്ടായിരുന്ന ഡാർവിൻ റാമൂസ് എന്ന് പറയുന്ന ഒരാളെ വാഴ്ത്തപ്പെട്ടവനായിട്ട് ദൈവദാസനായിട്ട് സഭ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്നേഹം നിറഞ്ഞിങ്ങനെയുള്ള എല്ലാ മനുഷ്യരും വിശുദ്ധിയുണ്ട്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഈ ഭൂമിയിലുള്ള ദൈവത്തിൻ്റെ മാലാഖമാരാണെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ, നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കന്മാർക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ കൊച്ചി ത്രേസ്യയുടെ സഹോദരിയായിട്ടുള്ള ദൈവദാസിയായിട്ടുള്ള ലയോണി മാർട്ടിൻ എന്ന് പറയുന്ന കുട്ടി ചെറുപ്പത്തിൽ ലേണിംഗ് ഡിസ് പഠന വൈകല്യമുള്ള ആളുകളായിരുന്നു. ചെറുപ്പത്തിൽ അവളെ സ്കൂളുകളിൽ നിന്ന് മാറ്റിയിരുത്തിയിട്ടുണ്ട്. ഹൈപ്പർ ആക്ടിവിറ്റി ആണ്ട് സമൂഹത്തിൽ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കുറവുള്ളത് മറ്റു കുട്ടികളിൽ നിന്ന് മാറ്റി നിർത്തുകയും സ്കൂളിൽ ചേർക്കാതിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കുട്ടികളെ കാണുമ്പോൾ അവർക്കൊരു പ്രത്യേക കൃപയും അനുഗ്രഹവും ഉണ്ടെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലിയൊരു ദാനം, ദൈവത്തിൻ്റെ വലിയൊരു സമ്മാനം ദൈവം പ്രത്യേകമായിട്ട് ആ കുടുംബങ്ങളിലും നമുക്കും തന്നതാണെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. ഹല്ലേലൂയ. സാധാരണ നമ്മുടെ ചിന്താഗതി എന്താണ്? ദൈവത്തിൻ്റെ ഒരു ശാപമായിട്ട്, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമില്ലാത്ത ഒരന്നായിട്ടാണ് നമ്മൾ കാണുന്നത്. ശരിക്കും അങ്ങനെയല്ല. ദൈവത്തിൻ്റെ പ്രത്യേകമായ സമ്മാനമാണ് ഇങ്ങനെയുള്ള മനുഷ്യരെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെയുള്ള മനുഷ്യർ ദൈവത്തിൻ്റെ പ്രത്യേകമായ സമ്മാനമാണ് നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയും അത് അംഗീകരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. എഫെസോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം അധ്യായത്തിൽ
10-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യുവാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികളായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ. സ്നേഹം നിറഞ്ഞവരെ, ഇവങ്ങനെയുള്ള എല്ലാവരും ദൈവത്തിൻ്റെ കരവേലയാണെന്നും ദൈവം പ്രത്യേകമായി സൃഷ്ടിച്ച മനുഷ്യരാണെന്നും നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയും അത് അംഗീകരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈ ഭൂമിയിൽ അവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം ദൈവം ഈ ഭൂമിയിൽ ഉണ്ട്. അവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. സ്നേഹം നിറഞ്ഞവർ, അതുകൊണ്ട് ഇങ്ങനെയുള്ള കുട്ടികളുടെ മാതാപിതാക്കന്മാരെ നമ്മൾ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുകയോ അവരോട് ഒരു സിമ്പതി അല്ല നമ്മൾ കാണിക്കേണ്ടത്. അവരുടെ വിചാരങ്ങൾ അറിയുന്ന മനുഷ്യരെ പോലെ നമ്മളായിരിക്കും. ഇങ്ങനെയുള്ള കുട്ടികളെ നോക്കുന്ന മാതാപിതാക്കന്മാരെ കാണുമ്പോൾ നമ്മൾ അവരെ ബഹുമാനിക്കണം, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി പറ്റുമെങ്കിൽ നിങ്ങൾ ബസ്സിലേക്ക് പോകുമ്പോൾ ഒരു സീറ്റ് നിങ്ങൾ ഒഴിഞ്ഞു കൊടുക്കുക. നിങ്ങൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ദാനധർമ്മം ചെയ്യാൻ പോകുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്കും കുടുംബങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയൊക്കെ പരിശ്രമിക്കും. ചിലപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് പ്രത്യേകമായ സഞ്ചാര രീതി വേണം, വീൽ ചെയറിന് ആവശ്യമുണ്ടാവാം, സ്പെഷ്യലായിട്ടുള്ള എയ്ഡുകൾ വേണമായിരിക്കാം, മരുന്നുകൾ വേണമായിരിക്കും. അങ്ങനെയുള്ള ആളുകളൊക്കെ സഹായിക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെയുള്ള സമൂഹം വളർന്നു വരുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. സ്നേഹം നിറഞ്ഞവരെ, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ള സ്പെഷ്യലായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി, ഡിസേബിൾ ആയിട്ട് കുട്ടികളുണ്ട്, ഓട്ടിസ്റ്റിക് ആയിട്ട് കുട്ടികളുണ്ട്, ഹൈപ്പർ ആക്ടിവിറ്റി ആയിട്ട് കുട്ടികളുണ്ട്, ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുണ്ട്, ചെറുപ്പം മുതൽ അന്ധരായിട്ടുള്ള, സംസാരിക്കാൻ പറ്റാത്ത, ചെവി കേൾക്കാൻ പറ്റാത്ത, നടക്കാൻ പറ്റാത്ത, പാരലൈസ്ഡ് ആയിട്ട് ഒരുപാട് ആളുകളുണ്ട്. സ്നേഹം നിറഞ്ഞവരൊക്കെ കുറവുകളുള്ള കുട്ടികളായി കാണാതെ, ആളുകളായി കാണാതെ, അവർക്ക് പ്രത്യേകമായ കഴിവുകളും അനുഗ്രഹവുമുള്ള ആളുകളായിട്ട് നമ്മൾ കാണാൻ വേണ്ടി പരിശ്രമിക്കാം. അങ്ങനെ കുട്ടികളെ നോക്കുന്ന മാതാപിതാക്കന്മാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് വിഷമത്തിലൂടെയും പ്രതിസന്ധികളൊക്കെ കടന്നു പോകുന്നുണ്ട്. പറ്റുമെങ്കിൽ നമ്മുടെ നല്ലൊരു കൈത്താങ് അവർക്ക് കൊടുക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കാം. അങ്ങനെയുള്ള ആളുകളെ നോക്കുന്ന ഒരുപാട് സിസ്റ്റേഴ്സിനെ എനിക്കറിയാം. അങ്ങനെ ആളുകൾക്ക് സേവനം ചെയ്യുന്ന ഒരു വൈദികരെയും സിസ്റ്റേഴ്സിനൊക്കെ അവർക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ഭൂമിയിലുള്ള മാലാഖമാരാണ് ഓരോ സ്പെഷ്യലായിട്ടുള്ള കുട്ടിയെ നമുക്ക് തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടി പരിശ്രമിക്കാം. ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കരവേലയാണ് നാം ഓരോരുത്തരും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.